ധിക്കാരിയും ദൈവവാദിയും, ഈജിപ്ത് മുഴുവൻ എന്റെ കാൽക്കീഴിലാണെന്ന് അഹംഭാവം നടിക്കുകയും ഒരു വംശത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കാനുള്ള സർവശ്രമങ്ങളും നടത്തുകയും ചെയ്ത ഫിർഔനും ഫിർഔന്റെ കിങ്കരന്മാരും അതിദയനീയമായ നിലയിൽ ചെങ്കടലിൽ മുങ്ങി മരണപ്പെടുകയും മുക്കിക്കൊല്ലപ്പെടുകയും, എന്നാൽ ആരെ ലക്ഷ്യം വെച്ചുവോ ഏത് വംശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങിയോ ആ വംശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടല് കടത്തി രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അവർ രക്ഷപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം അവർക്ക് നിശ്ചയിക്കപ്പെട്ട വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു വിഭാഗം ജനതയുടെ അടുക്കൽ അവരെത്തി. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അതിന്റെ ഓരത്ത് ധ്യാനത്തിൽ മുഴുകിക്കൊണ്ട് ഭജനമിരുന്നു കൊണ്ട് പോകുന്ന ഒരു വിഭാഗം ജനതയാണ്. അവരെ കണ്ടപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഒപ്പമുണ്ടായിരുന്ന ബനൂ ഇസ്രായേൽക്കാർ ആവശ്യപ്പെട്ട ഒരാവശ്യവും അതിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പകരമായി നൽകിയ മറുപടിയുമാണ് ഈ 3 വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. ആ സംഭവമാണ് ഈ 3 വചനങ്ങളുടെയും ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനങ്ങളിലൂടെ പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. വജാവസ്നാ ബിബനീ ഇസ്രായീലൽ ബഹർ ഫഅതൗ അലാ ഖൗമിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. അങ്ങനെ അവർ ഒരു വിഭാഗം ജനതയുടെ അരികെ അവരെത്തി, അവരുടെ യാത്രാമധ്യേ. ആ ജനത വിഗ്രഹങ്ങളെ ധ്യാനിക്കുകയും അതിൻ്റെ അരികിൽ ഭജനമിരിക്കുകയും എഴുത്തിക്കാഫിരിക്കുകയും ചെയ്യുന്നവരാണ്. ഫഖാലു, അവർ പറഞ്ഞു, അതാണ് അവരുടെ ആവശ്യം, യാ മൂസ, അല്ലയോ മൂസ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്ക് ആരാധ്യരുള്ളതുപോലെ, ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നീ നിശ്ചയിച്ചു തരിക. ഇതാണ് ആവശ്യം. ഖാല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ എന്തൊരു വിഡ്ഢികളായ ജനതയാണ്. ഇന്ന ഹാഉലാഇ മുതബ്ബറും മാഹും ഫീഹി വബാത്തിലും മാ കാനൂ യഅമലൂൻ, ഇവർ ഏതൊന്നിലാണോ ഇപ്പോൾ നിലകൊള്ളുന്നത് അതെല്ലാം നശിപ്പിക്കപ്പെടുന്നതാണ്. അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ബാത്തിലുമാണ്, നിഷ്ഫലമാണ്, നിരർത്ഥകവുമാണ്. ഖാല, അടുത്ത ചോദ്യം, അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ, ഞാൻ അല്ലാഹുവിനെ അല്ലാത്ത മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടാനാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? വഹുവ, അല്ലാഹു ആകട്ടെ, ഫല്ലലക്കും അലൽ ആലമീൻ, ലോകത്തുള്ള സർവരെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്തവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ വിട്ട് വേറൊരു ഇലാഹിനെ ഞാൻ തേടിത്തരണമെന്നാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് മറുപടി നൽകി. ഇതാണ് ഈ 3 വചനങ്ങളുടെ സാരം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. മറ്റൊരു ജനവിഭാഗത്തിന് നൽകാത്ത അനുഗ്രഹങ്ങളാണ് നൽകിയത്. അവർക്ക് വേണ്ടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സർവ്വ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചത്. അവസാനം അവർ തൗഹീദിന്റെ അത്യത്ഭുതകരമായ വിജയവും ശിർക്കിന്റെ അതിദയനീയമായ പരാജയവും സത്യത്തിന്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയവും അസത്യത്തിന്റെ അങ്ങേയറ്റത്തെ പരാജയവും നേരിൽ കണ്ട് അനുഭവിച്ചറിഞ്ഞ് ആ മൂസാ നബിയോടൊപ്പം യാത്ര ചെയ്യുന്ന വേളയിൽ ഈ ജാതി ചോദ്യം മൂസാ നബിയോട് അവർ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര ഗൗരവമുള്ളതാണ് ആ ചോദ്യം. എത്ര ഗൗരവമുള്ള മറുപടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞത്. ഒരു പ്രവാചകന്റെ ശിക്ഷണത്തിലാണ് അവർ കഴിയുന്നത്. ആ പ്രവാചകൻ ഒപ്പമുണ്ട്.
ആ പ്രവാചകനാണ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. ഇതൊക്കെ അവർക്കറിയാം. അവരുടെ ബദ്ധശത്രുവായ ആ ജന്മശത്രുവായ ഫിറഔൻ മുക്കിക്കൊല്ലപ്പെടുന്നത് നേർക്ക് കണ്ടവരാണവർ. ഇതൊക്കെയായിട്ടും അവർ പോകുന്ന പോക്കിൽ കുറെ വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴേക്കും അവരുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധനയോടുള്ള താല്പര്യവും പശുപൂജയും ഒക്കെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അത് കടന്നു വന്നിട്ടുള്ള ചോദ്യമാണിത്, അല്ലാതെ വെറും ഒരു ചോദ്യമല്ലത്. അവർക്ക് ഇലാഹുകളുണ്ടല്ലോ, ഞങ്ങൾക്കും ഇതേപോലെ ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരിക, ഇതാണ് ആവശ്യം. ഒറ്റ മറുപടി, നിങ്ങളെന്ത് വിവരമില്ലാത്ത മനുഷ്യരാണ്. ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം നശിച്ചു പോകാനുള്ളതാണ്. അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം നിരർത്ഥകവുമാണ്. നിങ്ങളെ ലോകരിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠ നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനെ വിട്ട് മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടിത്തരണമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതൊരു പ്രവാചകന്റെ ആ മാനസികാവസ്ഥ കൂടി വ്യക്തമാക്കുന്ന കാര്യമാണ്. എപ്പോഴും മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടുന്ന ഒരു വലിയ സംഗതിയാണ് അന്ധവിശ്വാസവും ശിർക്കും എന്ന് പറയുന്നത്. അതിങ്ങനെ ഉണ്ടാകും ഉള്ളില്. അതെപ്പോഴാണോ സമയം വരുന്നത് അത് പൊടി തട്ടി പുറത്തേക്ക് വരും. മൂസാ നബി ഒപ്പം നടന്ന വേളയിലാണ്, ഒപ്പമുള്ള വേളയിലാണ് ഇത് പറഞ്ഞത് എങ്കിൽ വൈചാരികമായ പ്രലോഭനം ശിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുകൂട്ടുന്നതിൽ എത്ര ഗൗരവമുള്ളതാണെന്ന് നാം ആലോചിച്ചു നോക്കുക. ഇത് പ്രവാചകൻ ഒപ്പമുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവാചകൻ ഒപ്പമില്ലാത്ത നമ്മളുടെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവരുടെ അവസ്ഥ എത്ര പെട്ടെന്നായിരിക്കും ശിർക്കിലേക്കും ആത്മീയമായ ചൂഷണങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മളെയും കൊണ്ടുപോയി കൂട്ടുക പിശാച് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വചനമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വല്ലാത്ത പ്രേരണയും പ്രചോദനവുമാണ് പിശാച നൽകുന്നത് ശിർക്കിലേക്ക്. അവന് വേണ്ടത് ശിർക്ക് ചെയ്യുന്ന ആളുകളെയാണ്. ഇപ്പൊ നാം തിരിച്ചറിയേണ്ടത് മുവഹ്ഹിദുകളായി ജീവിക്കാൻ ശ്രമിക്കുക എന്നതും മുവഹ്ഹിദുകളായി ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നുള്ളതും മുവഹ്ഹിദായി തന്നെ മരണപ്പെടുവാൻ അള്ളാഹുവിനോട് തേടുക എന്നുള്ളതുമാണ് ഒരു വിശ്വാസി എപ്പോഴും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട കാര്യം. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി, ആ വചനങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് 40 ദിവസത്തേക്ക് അവരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്റെ ഒപ്പമുണ്ടായിരുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം 40 ദിവസം മാറി നിന്നപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരു സാമിരി. ആ സാമിരി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം ശേഖരിച്ച് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിയിൽ മുട്ടിയാൽ ഒച്ച ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പശുക്കുട്ടിയായിരുന്നു. എന്നിട്ട് അതിനെ അവർ സാമിരി പരിചയപ്പെടുത്തിയത്, ഇതാണ് നിങ്ങളുടെ ഇലാഹ്, ഇതാണ് മൂസയുടെ ഇലാഹ്. മൂസ അത് മറന്നുപോയിരിക്കുകയാണ് എന്ന് പരിഹസിക്കുന്ന രൂപത്തിൽ ആ പശുക്കുട്ടിയെ പൂജിക്കുന്നതിലേക്ക്, ആരാധിക്കുന്നതിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിണഞ്ഞു പരിശ്രമിച്ച് അള്ളാഹുവിലേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യരെ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ക്ഷണിച്ചപ്പോൾ എല്ലാം അതിന്റെ ചുറ്റിലേക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ, നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് ആരും അംഗീകരിക്കുക പോലും ചെയ്തിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് തന്നെ. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെള്ളത്തിലിട്ട് ഏറെക്കാലമായി കൊണ്ടു നടന്ന അവസാനം ഇപ്പോൾ 1/2 സെന്റിമീറ്റർ അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന പൗരോഹിത്യത്തെയാണ് നാം ഇന്ന് കാണുന്നത്. അറിയാതെ ആട്ടും കൂട്ടത്തെ തെറ്റിക്കപ്പെടുന്നത് പോലെ അതിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അത് അംഗീകരിക്കുന്ന ഒരു വിഷമവുമില്ല. ഇത് ആരുടെ മുടിയാണ് എന്ന് പോലും ഇതേ കാഴ്ചപ്പാടുള്ള മറ്റുള്ളവർ പോലും ഇത് വ്യാജമാണ് എന്ന് വ്യക്തമായി പറയുകയും എന്നിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുകയും അതിൽ ആ മുടിയിട്ട വെള്ളം അത് വിൽപ്പനയാക്കി
പ്രവാചകനെപ്പോലും വിറ്റ് കാശാക്കുന്ന രൂപത്തിലേക്ക് ചൂഷണം എത്തി നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം ജീവിച്ച ആളുകൾ, ആ സാമിരി അന്നുണ്ടാക്കിയ ആധുനിക സാമിരിമാരുടെ ഈ ചൂഷണത്തെ തിരിച്ചറിയാൻ ഇനിയും ഈ ഉമ്മത്തിന് കഴിയുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിളിച്ചു നിർത്തപ്പെടുന്ന സന്ദർഭത്തിൽ എന്തു മറുപടി പറയാനാണ് നമ്മളൊക്കെ തുനിഞ്ഞിരിക്കുന്നത് എന്ന് നാം ഓർക്കുക. കാരണം അള്ളാഹു നമുക്ക് ബുദ്ധി തന്നു, ചിന്താശക്തി തന്നു, നാം പിൻപറ്റി ജീവിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നമ്മുടെ മുമ്പിൽ നൽകി. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതാണ് ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ പായാൻ നാം മുതിർന്നാൽ ഇവരൊന്നും പരലോകത്തുണ്ടാവില്ലട്ടോ നമ്മളെ രക്ഷിക്കാൻ. അതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഹുബ്ബിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ബാധ്യതയാണ്. അവന് പ്രവാചകനോട് സ്നേഹമില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല. അത് എക്കാലത്ത് നമുക്ക് ആവശ്യമാണ്, ഓർക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചു. പക്ഷെ ഇത്തരത്തിലുള്ള ഹുബ്ബുർ റസൂൽ ഉണ്ടല്ലോ, എന്നിട്ട് അതിൽ നമുക്ക് കേൾക്കാം. എന്താണ് നാം കേൾക്കുന്നത്? വേറെ എവിടെയോ റസൂല് മുക്കിയ, കൈമുക്കിയ, വിരല് മുക്കിയ വെള്ളം, ആ വെള്ളമാണോ? അല്ലാഹു അഅലം. ആ വെള്ളം എങ്ങനെ അവിടെ നിന്ന് ഇവിടെ എത്തുക? കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് പലതും. അതുപോലെ തന്നെ റൗള ഷരീഫ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം. പ്രവാചകൻ ഏതാണ് റൗള എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാ ബൈന ബൈതി വമാ ബൈന മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക സ്ഥലം സ്വർഗ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാണ്, റൗളയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഖബറാണ് റൗള എന്നുള്ള രൂപത്തിൽ വരുത്തി തീർത്ത് ആ റൗളയിൽ നിന്ന്, ആ ഖബറിന്റെ മുകളിൽ നിന്ന് വടിച്ചെടുത്ത പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ വാങ്ങിക്കൊണ്ടു പോകണം. എന്തൊരു കച്ചവടമാണ് പ്രിയമുള്ളവരെ ഈ നടത്തുന്നത്! റസൂലിനെ വിറ്റ് കച്ചവടം ചെയ്യുക, ആത്മീയത വിറ്റ് ചൂഷണം ചെയ്യുക, പാമരന്മാരായ ജനങ്ങളെ കബളിപ്പിക്കുക. അതുമല്ല ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമും ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പലർക്കും ഇവിടെ അരോചകമാണ്. ആ പേര് പറയുന്നതും ആ പേര് പരാമർശിക്കുന്നതും ആ ദീൻ എന്താണെന്ന് വ്യക്തമാക്കുന്നതും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അടയാളങ്ങളുള്ള സംസ്കാരമുള്ള മനുഷ്യരെ കാണുന്നത് പോലും ദഹിക്കാൻ പറ്റാത്ത ഒരു നാട്ടില് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ശ്രേഷ്ഠതയും ഇടിച്ചു താഴ്ത്തുകയും പ്രവാചകനെ അപമാനിച്ച് സംസാരിക്കുകയും പ്രവാചകന്റെ അവയവങ്ങളെക്കുറിച്ച് മോശമായി പരാമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അന്തി ചർച്ചയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ടുപോയിട്ടതിന് ആരാണ് മറുപടി പറയാനുള്ളത്? ഇത് കേൾക്കുമ്പോൾ ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ പറഞ്ഞ് തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല. ഇതൊന്നും ഹുബ്ബുർ റസൂലല്ല. ഇത് റസൂലിനെ അപമതിക്കലാണ്, നിന്ദിക്കലാണ്, അപലപിക്കലാണ്, മറ്റുള്ളവർക്ക് കടിച്ചു കീറാൻ വേണ്ടി റസൂലിനെ ഇട്ടുകൊടുക്കലാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. ഇത്തരത്തിലുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇന്നിതുമായി ബന്ധപ്പെട്ട് ഹുബ്ബുർ റസൂലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇക്കാര്യങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കാതെ ചെന്ന് ചാടുന്ന പല കാര്യങ്ങളുമാണ്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ ഈ ഉമ്മത്തിന് പിന്തുണയ്ക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് എല്ലാവരും അങ്ങോട്ടെത്തി. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിവിന്റെ പരമാവധി തടഞ്ഞു. അവരത് കേട്ടില്ല. അവരതിൽ പിന്നിൽ തന്നെ പോയി. കാരണം മനസ്സ് നിറയെ വിഗ്രഹാരാധന ചെയ്തിരുന്ന ആളുകളാണ്. അതിൽ നിന്ന് മോചിതരായിട്ടില്ല പൂർണ്ണമായിട്ടും. സാമിരി അത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, അത്രയേറെ വിശ്വാസമൊന്നും എനിക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല, എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ച കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് മൂസാ നബിയോട് പറയുന്നുണ്ട് ഈ സാമിരി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് കൊണ്ടുപോയ തന്റെ ഖൗമ് ആ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയുടെ ചുറ്റും എഴുത്തിക്കാഫിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചുപോയി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് ലയ്യനായ വാക്കുകൾ, ഏറ്റവും ചിന്തനീയമായ വാക്കുകൾ പറഞ്ഞ അള്ളാഹു പഠിപ്പിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയുടെ ചുറ്റും
പശുപൂജയുമായിരിക്കുന്ന അനുചരന്മാരെ കണ്ടപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിത്തെറിച്ചു. ഒരു നയവും ഒരു തരത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നല്ല സമീപനവും അവിടെ മൂസാ നബിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് ആദ്യം തന്നെ ചെയ്തത് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നീണ്ട മുടിയും താടിയും പിടിച്ചു വലിച്ച് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏൽപ്പിച്ചു പോയ ദൗത്യത്തിൽ നീ എന്ത് ചെയ്തു എന്ന്. ഹാറൂൻ നബി മിണ്ടാതിരുന്നതല്ല. ഹാറൂൻ നബി ആവുന്നിടത്തോളം പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ട ഈ ജനത, ശിർക്കിന്റെ വൈതാളികർ ഒരിക്കലും തൗഹീദിന്റെ ശബ്ദം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകില്ല, ഉറപ്പാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നു സഹോദര, എന്റെ താടിക്കും മുടിക്കും പിടിച്ചു വലിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ എനിക്ക് പറ്റുന്ന നിലയിൽ അവരെ ഞാൻ തടഞ്ഞു, അവർ കേട്ടില്ല. അവരെന്നെ കൊല്ലാനാകി എന്നാണ്, കൊല്ലാവുന്ന അവസ്ഥ വരെ എന്നെ കൊണ്ടുപോയി എത്തിച്ചു, എന്നെ കൊല്ലുന്ന സ്ഥിതി വരെ അവർ കൊണ്ടുപോയി എത്തിച്ചു എന്നാണ് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. തന്നെയുമല്ല, തൗറാത്ത് വാങ്ങാനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയത്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഖുർആന്റെ പ്രയോഗം തന്നെ ദുഃഖവും ദേഷ്യവും ഒരുമിച്ച് കലർന്ന ഒരു വികാരം. ആ വികാരത്തോടുകൂടി മൂസാ നബി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പലക, തൗറാത്ത് രേഖപ്പെടുത്തിയ പലക താഴത്തേക്കിട്ടു. എന്നിട്ടാണ് സഹോദരനോട് ഇങ്ങനെ പെരുമാറിയത്. കാരണം ശിർക്ക് കണ്ടിട്ട് നോക്കി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെത്ര ലാഘവത്തോടുകൂടിയാണ് ശിർക്കിനെ കാണുന്നത്. നമുക്കാർക്കെങ്കിലും വല്ല ഭയവുമുണ്ടോ ശിർക്കിന്റെ കാര്യത്തിൽ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. വന്നുകൂടാ പ്രിയമുള്ളവരെ, ഒരു തരത്തിലും ഒരു മുടിയുടെ എന്നിട്ടല്ലേ മുടിയിട്ടവർക്ക് പോകുന്നത്. നാം ആലോചിച്ചു നോക്കുക നമ്മളുടെ വിശ്വാസത്തിന്റെ പോക്ക്. പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ പ്രവാചകന്മാരുടെ അനുയായികൾ ശിർക്കിലേക്ക് പോകാൻ ഒരു മടിയും കാണിക്കാത്ത അവസ്ഥ, അതാണ് നമ്മൾ ഈ കണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ സാമിരിയുടെ അത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ശാന്തനായി കഴിഞ്ഞപ്പോൾ ആ പലക കയ്യിലേക്കെടുത്തു. എന്നിട്ട് ഈ സാമിരിയോട് ചോദിച്ചു, നീ എന്തുദ്ദേശിച്ചാ ഇത് ചെയ്തത്? പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ മനസ്സ് പ്രേരിപ്പിച്ചതാണ് ഞാൻ ചെയ്തത്. നീ പറഞ്ഞതൊന്നും ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അവസാനം സാമിരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ മൂസാ നബി നിർദ്ദേശം കൊടുക്കുന്നു. ജനങ്ങൾ അവനെ ബഹിഷ്കരിക്കുന്നു, അവൻ ഒറ്റപ്പെടുന്നു. അവസാനം കാട് കയറിപ്പോകുന്നു, മൃഗങ്ങളോടൊപ്പം ജീവിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി എന്നൊക്കെ ആ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്തോ ആകട്ടെ, ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനുണ്ടാക്കിയ ആ പശുക്കുട്ടിയെ ചുട്ട് കരിച്ച് ഭസ്മമാക്കി പൊടിയാക്കി കടലിലേക്ക് ഒഴുകിക്കളഞ്ഞു. ഇലാഹിനെ അങ്ങനെയാണ് ചെയ്തത് മൂസാ നബി. ഇലാഹാണത്. മൂസാദേ പോയിരിക്കുന്ന ഇലാഹിനെ തേടി. നിങ്ങളുടെ ഇലാഹും മൂസയുടെ ഇലാഹും ഇതാണെന്ന് പറഞ്ഞതാണ് സാമിരി. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അനുകൂലമായ നയം മൂസാ നബി സ്വീകരിച്ചില്ല. മറിച്ച് അതിനെ ചുട്ടുകരിച്ച് ഭസ്മമാക്കി കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ശൈഇൻ ഇൽമാ. എല്ലാത്തിലും പ്രവിശാലമായ അറിവുള്ള, വിശാലമായി അറിയുന്ന, എന്തിനേയും അറിയുന്ന ഏകനായ അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല. അവനാണ്, ആ അല്ലാഹു നിങ്ങളുടെ ഇലാഹ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ആ രംഗത്ത് പ്രവാചകന്മാരെല്ലാവരും ശ്രമിച്ചത് ഒരു തരത്തിലും മീഡിയേറ്റേഴ്സ് ഇല്ലാത്ത, മധ്യവർത്തികളില്ലാത്ത നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രവാചകന്മാർ മുഴുവനും. എപ്പോഴും പൗരോഹിത്യം ചെയ്യുന്നത് എന്താണ്? മധ്യവർത്തികളെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ അകറ്റലാണ് ചെയ്യുന്നത്. ആരുടെ കൂടെ നിൽക്കണം നമ്മൾ? പ്രവാചകന്മാരുടെ ഒപ്പം നിൽക്കണോ? പൗരോഹിത്യത്തിന്റെ ഒപ്പം നിൽക്കണമോ? ചൂഷകന്മാരുടെ ഒപ്പം നിൽക്കണമോ? ആത്മീയമായി മതത്തെ വിറ്റുകാശാക്കുന്നവരുടെ ഒപ്പം നിൽക്കണമോ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ബഹുഭൂരിഭാഗം ആളുകളും അവർ അന്യായമായി ജനങ്ങളുടെ ധനം തിന്നുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നു. ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആന്റെ വചനമാണ്. അതല്ലേ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ഇതിനെയല്ലേ പ്രവാചകന്മാർ എതിർത്തത്? അതിനെ ആ ചങ്ങലകളിൽ നിന്നല്ലേ പ്രവാചകന്മാർ ജനങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്?
പിന്നെ എങ്ങനെയാണ് ഇതങ്ങോട്ട് തിരിച്ചു പോകുന്നത്? ഒരിക്കലും പോയിക്കൂടാ. അപ്പൊ കറകളഞ്ഞ മുവഹിദുകൾ, തൗഹീദ് ഉൾക്കൊള്ളുന്നവർ വളരെ വിരളമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ മുവഹിദുകൾക്ക് പരലോകത്ത് രക്ഷയുള്ളൂ എന്നുള്ളത് അതിലും ഉറപ്പാണ്. അതുകൊണ്ട് ഏതാണ് തൗഹീദ്, ഏതാണ് ശിർക്ക് ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുന്നു. ഈ വചനം ഞാനിപ്പോൾ ആദ്യം സൂറത്ത് അഅറാഫിലെ ഓതി കേൾപ്പിച്ച് മൂസാ നബിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ അതേ വചനം മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകന്റെ ഒപ്പമുള്ള ആൾക്കാർക്ക് ഓതി കേൾപ്പിക്കേണ്ട ദുസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്താണ് ഈ സംഭവം. അവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് യാത്ര. ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു പ്രവാചകനും അനുയായികളും. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയും കൊണ്ടുപോയപ്പോൾ മർറ ബിശജറത്തിൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു മരത്തിന്റെ അരികെ നടന്നുപോയി. ഒരു മരം, ആ മരത്തിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ദാത്തു അൻവാത്ത് എന്നാണ് അതിന്റെ പേര്. അതിൽ കുറെ കൊളുത്തുകളുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നറിയുമോ? യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം ജയിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്ന വാളുകൾ ബർക്കത്തിന് വേണ്ടി അതിൽ ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് അതെടുത്തുകൊണ്ടുപോയി യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെയുള്ളൊരു മരം. അതിന്റെ അരികെ നടന്നു പോയപ്പോൾ പ്രവാചകന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അവർക്കിതേ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഈ കൊളുത്തുമരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് അങ്ങ് നിശ്ചയിച്ചതാ. താരാ പറഞ്ഞത്? എത്ര ത്യാഗമനുഭവിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവരെ കൊണ്ടുവന്നത്. എന്നിട്ട് ഹുനൈൻ യുദ്ധത്തിൽ മക്കാ വിജയം കഴിഞ്ഞാണ് ഹുനൈൻ യുദ്ധമുണ്ടാകുന്നത്. അതിലേക്ക് പോകുന്ന പോക്കിലാണ് ഒരു മരം കണ്ടപ്പോൾ അതിൽ ബർക്കത്തിന് വേണ്ടി വാള് കൊണ്ടുപോയി തൂക്കിയിട്ട്, ബർക്കത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടി തൂക്കിയിട്ട ഒരു മരം കണ്ടപ്പോൾ ആ മരത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്കും ഇതുപോലൊരു മരം നിശ്ചയിച്ചതാ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അനുചരന്മാർ പറഞ്ഞ രംഗം ആ പ്രവാചകൻ കൂടെ ജീവിച്ചിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത് നമ്മൾ. അപ്പൊ അതില്ല, ആ പ്രവാചകന്റെ സാന്നിധ്യം ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ചിർക്കിലേക്കുള്ള കൂപ്പുകുത്തൽ. അത് ചിന്തിച്ചാൽ മതി നമ്മൾ. എന്നിട്ട് നബി പറഞ്ഞ മറുപടി സുബ്ഹാനല്ലാഹ്. ആദ്യത്തെ വാക്കാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹാദാ കമാ ഖാല ഖൗമു മൂസ. മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ ഇത്. എന്താ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അതേ വാചകം. അവർക്കൊക്കെ ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചതാ എന്ന് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. ലതർക്കബുന്ന സുന്നത്ത മൻ കാന ഖബലക്കും, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ചര്യകളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ പിൻപറ്റും. അങ്ങനുണ്ട്. ബർക്കത്തിന് വേണ്ടിയല്ലേ ഒരു മരം ആയിക്കോട്ടെ, തബറുക്കിന് വേണ്ടിയല്ലേ ഒരു മരമായിക്കോട്ടെ, പാവങ്ങൾ ആഗ്രഹിച്ചതല്ലേ, എന്നാ അങ്ങ് നിശ്ചയിച്ചു കൊടുത്തേക്കാന്നല്ല പറഞ്ഞത്. ഇലാഹി ആ മരത്തെ ചൂണ്ടിക്കൊണ്ട് എങ്ങനാ ഈ ഒരു മര ഇലാഹാകുന്ന ഒരുപാട് സംശയം ഉണ്ടാകും നമുക്കൊക്കെ. ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇലാഹാകുന്നത് അതിനെ ആരാധനകൾ അർപ്പിക്കുന്ന ലെവലിലേക്ക് വരുമ്പോൾ അത് ഇലാഹായി മാറും. ഇത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയാണ് നമ്മുടെ സന്ദേശം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്നുള്ള. ഒരു മരവും പാടില്ല, ഒരു ഹജറും ഒരു കല്ലും പാടില്ല, ഒരു ശവകുടീരവും പാടില്ല, ഒന്നും പാടില്ല. തബറുക്കിന് വേണ്ടി അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ തൊട്ടുമുത്തുകയോ ആ രൂപത്തിൽ അതിനോട് ആദരവോ ബഹുമാനമോ കാണിക്കുകയോ ചെയ്താൽ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കും. ഒരു സംശയവും വേണ്ട ആർക്കും. ഇപ്പൊ മുവഹിദുകളായി ജീവിക്കാൻ ഇത്തിരി പ്രയാസം. അതിന് സാമിരിമാരോട് പോരാടേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തരം കാഴ്ചപ്പാടുകൾ ആത്മൻവാത്ത് ചോദിച്ചവരോട്, അതുപോലെ ചോദിച്ച മനോഭാവമുള്ളവരോട്, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് മൂസാ നബിയോട് ചോദിച്ചവരോട്
അങ്ങനെയൊക്കെ ഉള്ളവരോടുള്ള അടരാട്ടമല്ലാതെ ഇതിന് പരിഹാരമില്ല. എന്താണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൃത്യമായി പഠിക്കുക എന്നതല്ലാതെ പരിഹാരമില്ല. തന്നെയല്ല, ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോടും എങ്ങനെയെങ്കിലും സമരസപ്പെട്ടു പോകാൻ ഒരു പ്രവാചകനും തയ്യാറായിരുന്നില്ല, വിശിഷ്യ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് മദ്ഹുർ റസൂലും ഹുബ്ബുർ റസൂലും ഒക്കെ വഴിതെറ്റി പോകുന്ന അവസ്ഥ വരുന്നത് ഇവിടെയാ. അല്ല നമുക്കാർക്കെങ്കിലും പ്രവാചകനോട് സ്നേഹം വേണ്ടെന്ന് പറയാൻ കഴിയും? നമുക്കാർക്കെങ്കിലും? വഴിമാറിപ്പോകുന്നത് അങ്ങനെയാണ്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. നിസ്സാരമല്ല ഇതൊന്നും. ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറി, ഇപ്പൊ ഗ്രാൻഡായി മാറി. ഗ്രാൻഡ് മൗലിദാണ് ഇപ്പൊ നടത്തുന്നത്. അല്ലാഹു അല എന്താ അതിന്റെ ഉദ്ദേശം എന്നറിയില്ല. എല്ലാം ഗ്രാൻഡായിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അതും കൂടി ഗ്രാൻഡ് ആകട്ടെ എന്നായിരിക്കാം. ഏതോ ആകട്ടെ, എന്താകട്ടെ, അത് മദഹാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് മദഹുള്ളതിന്റെ ഇടയിൽ ഒരു ശിർക്കിന്റെ വചനം വന്നാൽ പോയി. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ ഒരൊറ്റ വരിയോടുകൂടി സർവ്വ മദഹും പോയി. എന്തേ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഞാൻ അങ്ങയോട് ആവലാതിപ്പെടുന്നു. പ്രവാചകരെ, ഒരിക്കലും പാടില്ല. തെറ്റ് ചെയ്താൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത് ഇസ്തഗ്ഫിറുല്ലാഹ് വതൂബൂ ഇലൈഹി, അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവനോട് തൗബ ചെയ്യുക. ഇത് പഠിപ്പിച്ച പ്രവാചകനോട് നേരിട്ട് അങ്ങോട്ട് പറയാണ്, കയ്യും കണക്കുമില്ലാതെ തെറ്റ് ചെയ്തു പോയി, അങ്ങയോടാണ് ഞാൻ ആവലാതിപ്പെടുന്നത്. പോയി പ്രിയമുള്ളവരെ, പോയി. ഇതാണ് ഇത്തരം കാര്യങ്ങളോട് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നതിനോടുള്ള ഒരു അസൂയ ഒന്നുമല്ല. നല്ലതാണെങ്കിൽ നമ്മൾ മറ്റാരേക്കാളും മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ പ്രവാചകന്മാരോടുള്ള ഒപ്പമുള്ള അനുചരന്മാർ ശിർക്കിലേക്ക് വഴുതുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആ പ്രവാചകന്മാർ അപ്പോൾ തന്നെ അത് തിരുത്തുകയും അവരെ തൗഹീദിന്റെ സരണിയിലേക്ക് അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത സംഭവങ്ങളാണ് ഈ കേട്ടത് മുഴുവൻ. ഇനിയും ഇങ്ങനെ എത്രയോ ഉണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, ഹക്കും ബാത്തിലും ഹക്ക് ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക, ബാത്തില് ബാത്തിലായി കണ്ടുകൊണ്ട് അകന്നു നിൽക്കുക, വെടിയുക. സർവശക്തനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. പലപ്പോഴും സ്നേഹം അതിരുവിടുകയും ആദരവ് അതിന്റെ എല്ലാ സീമകളിൽ ലംഘിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം ആരാധനയായി മാറും, ആദരവും ആരാധനയായി മാറും. അതിനെ പ്രവാചകന്മാർ അഖിലവും വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറൽ മസീഹ ബിന മറിയം. മറിയമിന്റെ പുത്രനായ ഈസാ നബി മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന് അനുചരന്മാർ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. ആ അനുയായികളെ ഈസാ നബിയെ പുകഴ്ത്തി അവിടെ കൊണ്ടുപോയി വെച്ച് നമുക്കറിയാല്ല. അതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഖുർആനിക വചനങ്ങളില്ലേ? ആലോചിച്ചു നോക്കും. അത് തന്നെയാണ് പ്രവാചകൻ. നിങ്ങൾ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ ദാസനാണ്, അങ്ങനെ പറഞ്ഞോ നിങ്ങൾ എന്നെ കുറിച്ച്. എന്തിനേറെ താൻ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതാണ് നമ്മുടെ പ്രവാചകൻ. അങ്ങനെ എഴുന്നേറ്റ് നിന്നവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു മുതിർന്ന ആള് കടന്നു വരുമ്പോൾ, അതും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകുമ്പോൾ കടന്നു വരുമ്പോൾ ആരാണ് പ്രിയമുള്ളവരെ അറിയാതെ പൊങ്ങിപ്പോകാത്തത്? അതുപോലും അംഗീകരിച്ചിരുന്നില്ല. കാരണം അതിൽ സംഭവിക്കാവുന്ന വേറൊരു പലതുമുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുത്തലും കാലുമുത്തലും കയ്യുമുത്തലും പിന്നെ മുത്തിയത് മുത്തലും ഒക്കെ നമ്മൾ കാണുന്ന ഇതാണ്. അതിനൊന്നും റസൂല് നിന്നു കൊടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ പോകുന്ന വഴി മറ്റൊരു വഴിയിലായിരിക്കുമെന്നറിയാം. അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. തന്നെയുമല്ല, ഏതെല്ലാം രംഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച അനുയായികളും കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് സംഭവം മാത്രം, ചുരുങ്ങിയ സമയം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ സ്നേഹിച്ച ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്കും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കാൾ അപ്പുറത്തായിരുന്നു ആ സ്നേഹം. അളന്നു നോക്കാൻ കഴിയില്ല. ഒരു കാലത്ത് ബദ്ധശത്രുവായിരുന്നു. പക്ഷേ സ്നേഹം വന്നതോടുകൂടി പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. എന്തൊരു സ്നേഹ! നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കുറെ അധികം സമയം പിടിക്കും നമുക്ക്. പിന്നെ നമ്മളതിലേക്ക് എത്തും. അതായിരിക്കാം ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അങ്ങേ അറ്റമാണത്. ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ തല ഞാൻ വെട്ടു എന്നാ പറഞ്ഞത്. അതിനപ്പുറം ഇനി പറയാനുണ്ടാ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തനാക്കി വിടുകയല്ല ചെയ്തത്. പ്രവാചക സ്നേഹമല്ലേ പറയുന്നത്, ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ലേ ചെയ്ത്. തിരുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചു കിടക്കുന്നു. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് യാതൊരു മരണവുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങുന്ന വചനം ഓതി കേൾപ്പിച്ച് ഉമറിനെ ശാന്തനാക്കി. ജനങ്ങളും പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നോക്കുക, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ബൈഅത്തുർ റിദ്വാൻ നടന്ന ഒരു മരമുണ്ട്. ഖുർആനിൽ പേര് പരാമർശിച്ച ഒരു മരമാണത്. ഈ വായഊനക തഹ്ത ശജറ എന്ന് സൂറത്തുൽ ഫത്തഹിലെ 18ാമത്തെ വചനമാണത്. ഇത് യുബായിഊനക തഹ്ത ശജറ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത ശജറ. ആ മരത്തിന്റെ അടിയിൽ വെച്ച് നിന്നോടവർ ബൈഅത്ത് ചെയ്ത സന്ദർഭം അള്ളാഹു വിശ്വാസികളെ കുറിച്ച് തൃപ്തി അടഞ്ഞിരിക്കുന്നു എന്നാണ് ആ വചനം. ആ മരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രവാചകൻ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് വഫാത്തായി. കാലങ്ങൾ ഇങ്ങനെ പിന്നിട്ട് വന്നപ്പോൾ ചില ആളുകൾ ബർക്കത്തിന് വേണ്ടി ആ മരത്തിന്റെ അടിയിൽ പോയിരിക്കുന്നു, അവിടെ പോയി നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള വിവരം ചെവിയിൽ കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആൾക്കാരെ പറഞ്ഞയച്ച് ആ മരം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. കാരണം ഇനി അതൊരു ആരാധ്യ വസ്തുവായി മാറരുത്. ഇതാണ് മനുഷ്യന്റെ മനോഭാവം. കൊണ്ട് പിടിച്ചു നിൽക്കുക തൗഹീദില്, ഉറച്ചു നിൽക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹില്. ഏത് കൊടുങ്കാറ്റ് വന്നാലും ആടാതിരിക്കുക. അവിടെ രക്ഷയുള്ളൂ, അതിൽ മാത്രമേ രക്ഷയുള്ളൂ. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചു തരുന്ന പാഠം. അതിന് ഈ ആത്മീയ ചൂഷണവും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്ധമായി അതിന്റെ പിന്നാലെ പോകാതെ ഒന്നാലോചിച്ച് ചിന്തിച്ച് എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. കാഴ്ച അള്ളാഹു നൽകിയിട്ടുണ്ട്, കേൾവി അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവിക്കുക ഇതിനെക്കുറിച്ചൊക്കെ മറുപടി പറയേണ്ടി വരും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവില്ലാത്തതിന്റെ പിന്നാലെ പായരുത്, ഓടരുത്. കാരണം കേൾവിയും കാഴ്ചയും ഹൃദയവും ചിന്തയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പരലോകത്ത്. ഇത് ഞങ്ങളാരും കേട്ടില്ല റബ്ബേ, ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല റബ്ബേ. ഒരു മാർഗവുമില്ല അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. അത് മനസ്സിലാക്കി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഗ്രഹിച്ച് ഈ ശിർക്കിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറി അത്തരം ചിന്താഗതിയിൽ നിന്ന് അകന്ന് തൗഹീദിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുക. പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കി ആ പ്രവാചകനെ അനുധാവനം ചെയ്യുക. ആഘോഷമല്ല നമുക്ക് വേണ്ടത്, അനുധാവനമാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മെ ഒന്ന് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. സർവശക്തനായ റബ്ബ് അതിനുള്ള മുഴുവൻ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് പെരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, വീട്ടിൽ ശയ്യാവലംബികളായി കഴിഞ്ഞുകൂടുന്നവർ, ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.